ഹതീജ സുൽത്താന പറയുന്നു. ഞാൻ പോട്ടെ, കൂടുതൽ നേരം നിന്നാൽ ആരെങ്കിലും കാണും. ഇബ്രാഹിം ആളുടെ കയ്യിൽ മുത്തുന്നു. നിഗാർ കാഫ അവിടേക്ക് വരുന്നത് കണ്ട ഗുൽഫാം അവരുടെ അടുത്ത് വന്ന് പറയുന്നു. സുൽത്താന, നിഗാർ കാഫ വരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് മാറി നിന്നോ, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. ഇബ്രാഹിം പറഞ്ഞു. എന്താ, എന്തു പറ്റി നിഗാർ കാഫ? നിഗാർ ഇബ്രാഹിമിനെ കുമ്പിട്ടിട്ട് പറയുന്നു. ഞാൻ താങ്കളെ അന്വേഷിച്ച് വന്നതാണ്. ഇൻക്യാരം അങ്ങയെ വിളിക്കുന്നുണ്ട്, വളരെ അർജന്റാണ്. എന്തു പറ്റി? ഹുറം ഹാത്തൂന് പാടില്ലാതെയായി. ശരി വാ. ഇബ്രാഹിം തിരിഞ്ഞു നോക്കിയിട്ട് നിഗാറിനെയും വിളിച്ചുകൊണ്ട് പോയി. ഹദീജ സുൽത്താനയും ഗുൽഫാമും അവരെ നോക്കി. ഇപ്പോൾ അവൾക്ക് എങ്ങനെയുണ്ട്? ചെറിയ പനിയുണ്ട്, അത് മാറിക്കോളും. ഭാഗ്യത്തിന് വയറ്റിലുള്ള കുഞ്ഞിനൊന്നും ബാധിച്ചിട്ടില്ല. ഇബ്രാഹിം അങ്ങോട്ട് വരുന്നു. ഇൻക്യാരം, അവൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. സുലൈമാൻ തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുന്നു. നീ എവിടെ പോയിരുന്നു ഇബ്രാഹിം? ഞാൻ ചത്താ പോലും നീ അറിയില്ലല്ലോ. ഞാൻ അങ്ങ് ഉറങ്ങാൻ പോയ ശേഷം ഒന്ന് നടക്കാനായി പുറത്തിറങ്ങിയതാണ്. ഇബ്രാഹിം വിക്കി വിക്കി പറഞ്ഞു. സുലൈമാൻ തലയാട്ടി. ഒട്ടും നല്ല കാര്യങ്ങളല്ല എന്ന് പറഞ്ഞ് സുലൈമാൻ ഇബ്രാഹിമിനെ ബലമായി പിടിച്ചു മാറ്റി നിർത്തി പറയുന്നു. ഹുറത്തിന് ആരോ വിഷം കൊടുത്തു. എനിക്ക് അയാളുടെ തല വേണം. ഇൻക്യാരം, അതിനും വേണ്ടി ധൈര്യമുള്ളത് ആർക്കാണ്? അത് നീ കണ്ടുപിടിക്കണം. ആ പുഡിംഗ് ഞാനും കഴിച്ചിരുന്നെങ്കിലോ? ഇബ്രാഹിം തല കുമ്പിട്ടു. സുലൈമാൻ ഹുറത്തിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഇബ്രാഹിം അവിടെ നിന്നിരുന്ന സുംബുലിനെ നോക്കുന്നു. സുംബുൽ ഇബ്രാഹിമിൻ്റെ അടുത്ത് വന്ന് പറയുന്നു. ദേ, ഈ ഇരിക്കുന്ന പുഡിങ്ങിലാണ് വിഷം ചേർത്തിരുന്നത്. ഇബ്രാഹിം ആ പാത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നു. സുംബുലാക, ഇത് ചെയ്തത് ആരായാലും അയാളെ എൻ്റെ അടുത്ത് കൊണ്ടുവാ. ഹുറം കണ്ണു തുറക്കുന്നു. സുലൈമാൻ, എൻ്റെ കുഞ്ഞ്, നീ ഇപ്പോൾ സുഖമായില്ലേ? നമ്മുടെ കുഞ്ഞും സുഖമായിരിക്കുന്നു, സുലൈമാൻ പറഞ്ഞു. വാലിദ സുൽത്താൻ ഒരു പെണ്ണിനോട് പറയുന്നു. നീ പോയി ഹദീജയെ വിളിച്ചുകൊണ്ട് വാ. അവൾ പോകാൻ പോകുമ്പോൾ പറയുന്നു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അങ്ങോട്ട് പൊക്കോളാം, നീ എൻ്റെ ബെഡ് വിരിക്കേ. ദായ ഹാത്തൂൻ അവിടേക്ക് കയറി വരുന്നു. എന്താ ദായ ഈ സമയത്ത്? എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചോ? എന്നാൽ എന്നോട് പറയണ്ട. എൻ്റെ സുൽത്താന, ഞാനിതെങ്ങനെ നിങ്ങളെ അറിയിക്കാതിരിക്കും? വാലിദ സുൽത്താന എന്താണെന്നുള്ള ഭാവത്തിൽ ദായ ഹാത്തൂനെ നോക്കുന്നു. ഹുറം ഹാത്തൂൻ ആരോ വിഷം കൊടുത്തു. വാലിദ സുൽത്താന ഞെട്ടുന്നു. ആയിഷ വന്ന് ഹരത്തിലെ പെണ്ണുങ്ങളോട് പറയുന്നു. ഹുറത്തിന് സുഖമില്ല, അവൾക്ക് സീരിയസ് ആണ്. ആര് പറഞ്ഞു? ആരെങ്കിലും നുണ പറഞ്ഞതാവും. നിഗാർ കാഫിയ പറഞ്ഞത്. ചീഫ് ഫിസിഷ്യൻ അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. നാളെ രാവിലെ അവൾ ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണ്. ഇത് കേട്ട ഹസീബെ പേടിച്ചുപോയി. മാഹിദേവ്രൻ സുൽത്താന ടെൻഷൻ അടിച്ച് അവരുടെ ചേംബറിൽ നടക്കുകയായിരുന്നു. ഗുൽഷ അങ്ങോട്ട് കയറി വരുന്നു. ഹരത്തിൽ ആകെ ബഹളമാണ്. എല്ലാവരും അറിഞ്ഞു. എന്തറിഞ്ഞു? അവൾ മരിച്ചോ? അവൾക്ക് വളരെ സീരിയസ് ആണ്. അവൾ നാളെ രാവിലെ ഉണരില്ലെന്നാണ് അവർ പറയുന്നത്. മാഹിദേവ്രൻ ഒന്ന് ചിന്തിച്ചിട്ട് പറയുന്നു. നീ പോയി ഹസീബയെ നോക്ക്. അവൾ ആരോടും ഒന്നും പറയാതെ ശ്രദ്ധിക്കണം. ഗുൽഷ പോകുന്നു. വാലിദ സുൽത്താനയും ഹദീജ സുൽത്താനയും സുലൈമാൻ്റെ ചേംബറിലേക്ക് കയറി വരുന്നു. അവിടെ നിന്നിരുന്ന ഇബ്രാഹിം പുറത്തേക്ക് ഇറങ്ങി. ഹദീജ സുൽത്താന ഇബ്രാഹിമിനെ നോക്കുന്നു. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്, വാലിദ സുൽത്താന സുലൈമാനോട് പറയുന്നു. എനിക്ക് അവളെ നഷ്ടപ്പെട്ടേനെ. അവൾ പ്രഗ്നൻ്റ് അല്ലേ? കഴിച്ചതെന്തെങ്കിലും ശരീരത്തിന് പിടിച്ചു കാണില്ല, വാലിദ സുൽത്താന പറയുന്നു. ഇല്ല, ആരോ വിഷം ചേർത്തിട്ടുണ്ട്. വാലിദ സുൽത്താനയും ഹദീജ സുൽത്താനയും ഞെട്ടുന്നു. എങ്ങനെയാണ് വിഷം വന്നത് ഇവിടെ? ഇല്ല മോനെ, അങ്ങനെ ചെയ്യാൻ ആർക്കാണ് ധൈര്യമുണ്ടാവുക? ഹുറം ബോധമില്ലാതെ വിളിച്ചു പറയുന്നു. അമ്മ, അപ്പാ, അവരെന്നെ കൊന്നുകളയും. എന്നെ വന്ന് കൊണ്ടുപോ ഇവിടുന്ന്. നിനക്ക് ഇവിടുന്ന് പോകാനാവില്ല ഹുറം. ഞാൻ നിന്നെ വിടില്ല. നീയാണ് എൻ്റെ സുൽത്താന, ഹുറം സുൽത്താന, സുലൈമാൻ പറയുന്നു. അത് കേട്ട വാലിദ സുൽത്താന മുഖം തിരിച്ചു. പുറത്തു നിന്നിരുന്ന ഇബ്രാഹിം നിഗാർ കാഫ അതുവഴി പോകുന്നത് കാണുന്നു. നിഗാർ കാഫ, ഇബ്രാഹിം വിളിച്ചു. നിഗാർ അയാളെ കുമ്പിട്ടിട്ട് നിന്നു. അയാൾ ദേഷ്യത്തിൽ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചോദിക്കുന്നു. ആരാ ഭക്ഷണത്തിൽ വിഷം ചേർത്തത്? പറ. എനിക്കറിയില്ല, അവൾ ഒരുവിധം പറയുന്നു. പറ, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഗുൽഷ അവിടേക്ക് എത്തുന്നു. ഇത് മറിഞ്ഞു നിന്ന് കേൾക്കുന്നു. നീ ജീവിക്കണമെന്ന് ഇവിടെ ആർക്ക് നിർബന്ധമില്ല. എല്ലാത്തിനെയും ഞാൻ ശരിയാക്കും, മനസ്സിലായോ? ഇബ്രാഹിം നിഗാർ കാഫിയോട് പറയുന്നു. അവളെ വീണ്ടും മതിലിലേക്ക് ഇടിക്കുന്നു. പറ, ആരാ ഭക്ഷണത്തിൽ വിഷം ചേർത്തത്? എനിക്കറിയില്ല. ഗുൽഷ അവിടുന്ന് ഓടിപ്പോകുന്നു. ഇബ്രാഹിം നിഗാറിനെ വിട്ടപ്പോൾ അവൾ താഴെ വീണു. നിഗാർ അവിടെ ഇരുന്ന് കരയുന്നു. ഇബ്രാഹിം അവിടുന്ന് പോയി. ഹസീബ ഒരു മൂലയിലിരുന്ന് കരയുന്നു. അവളെ കണ്ട ഗുൽഷ അവിടേക്ക് വന്ന് അവളെ എണീപ്പിക്കുന്നു. ഹസീബേ, എന്താ ഇത്? ആരെങ്കിലും കാണും. നീ എന്നെ കൊലയ്ക്ക് കൊടുത്തു ഗുൽഷ. നമ്മൾ ഒരേ നാട്ടിൽ നിന്ന് വന്നവരായതുകൊണ്ടാണ് ഞാൻ നിന്നെ വിശ്വസിച്ചത്. അവൾക്കൊരു വയറിളക്കം വരുമെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? ഇപ്പോൾ നോക്ക്, അവൾ മരിക്കാറായി. വായടയ്ക്ക് ഹസീബേ, ആരെങ്കിലും കേൾക്കും. വാ, നീ എൻ്റെ കൂടെ വാ. വേണ്ട, എന്നെ വിട്ടേക്ക്. നീ വന്നേ, നമുക്ക് സംസാരിക്കാം. ഗുൽഷ അവളെ ബലമായി പിടിച്ചുകൊണ്ട് പോകുന്നു. ഇബ്രാഹിം അടുക്കള ജോലിക്കാരെ എല്ലാം വിളിച്ച് ചോദ്യം ചെയ്യുന്നു.
അള്ളാഹു ആണ് സത്യം, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് കഴിച്ച് ടെസ്റ്റ് ചെയ്ത ശേഷമാണ് ഇൻക്യാരത്തിൻ്റെ ചേംബറിലേക്ക് കൊടുത്തു വിട്ടത്. അതുവരെ അതിൽ വിഷമൊന്നുമില്ല. അതിനുശേഷമാവും അതിൽ വിഷം ചേർത്തിരിക്കുക. ആരാ അത് ഇൻക്യാരത്തിൻ്റെ ചേംബറിലേക്ക് കൊണ്ടുപോയത്? ഇന്ന് ഹസീബയുടെ ടേണായിരുന്നു, അവളാവും കൊണ്ടുപോയത്, സുംബുൽ പറഞ്ഞു. എന്നിട്ട് അവളെവിടെ? അവളെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ശരി. സുംബുൽ പോകുന്നു. ഗുൽഷ ഹസീബയെ ഒരു റൂമിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ കാര്യം തീർന്നു, അവരെൻ്റെ തലയെടുക്കും. മതി, നിർത്ത്. ഇങ്ങനെ കിടന്ന് കരയാനും വേണ്ട ഒന്നുമില്ല. നിങ്ങൾക്കിതിൽ പ്രശ്നമൊന്നുമില്ല. ഞാനാണ് ഇവിടെ പെട്ടുപോയത്. ഞാനാണ് സുൽത്താൻ്റെ ചേംബറിലേക്ക് പുഡിംഗ് കൊണ്ടുപോയത്. ഞാനാണ് അതിൽ വിഷം ചേർത്തത്. അവർക്കത് മനസ്സിലാവും. എന്നെ പിടിച്ചാൽ എനിക്ക് അവരോട് സത്യം പറയേണ്ടി വരും. ഞാൻ അവരോട് പറയും, നിങ്ങളാണ് എന്നെക്കൊണ്ട് ഇത് ചെയ്യിച്ചതെന്ന്. ഗുൽഷ ഹസീബയുടെ കർണത്തിട്ടൊരൊറ്റ അടി കൊടുത്തു. അവൾ താഴെ വീണു. മതി, നിർത്ത് നിന്റെ കരച്ചിൽ. ഗുൽഷ ഒന്ന് ആലോചിക്കുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പില്ലോ എടുത്ത് അവളുടെ മുഖത്ത് ബലമായി അമർത്തിപ്പിടിച്ചു. അവൾ മരിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നു. സുൽത്താൻ സുലൈമാൻ വാലിദ സുൽത്താനയോട് പറയുന്നു, ഇബ്രാഹിം പറയുന്നത് ആരോ ഇവിടേക്ക് കൊണ്ടുവന്ന ഭക്ഷണത്തിൽ വിഷം ചേർത്തു എന്നാണ്. ആരോ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ അത് ചെയ്തു എന്നാണ് പറയുന്നത്. അള്ളാ, നന്ദി, നീ അത് കഴിച്ചില്ലല്ലോ, വാലിദ സുൽത്താന പറഞ്ഞു. എൻ്റെ ഹുറം, ആരോ അവളെ കൊല്ലാനായി ചെയ്തതാണ്. അതാരാണെങ്കിലും ഞാൻ അയാളുടെ തലയെടുക്കും. വാലിദ സുൽത്താന തലയാട്ടി. സുംബുലും ദായ ഹാത്തുനും തമ്മിൽ സംസാരിച്ചുകൊണ്ട് വരുന്നു. ഹസീബ ഒരു പാവം പെണ്ണ. അവൾക്ക് ഹുറത്തിനോട് ദേഷ്യമൊന്നും തോന്നേണ്ട കാര്യമില്ല. അവളെക്കൊണ്ട് ആരെങ്കിലും ചെയ്യിച്ചതാവും. ഗുൽഷ ഓടി വരുന്നു. എന്താ ഗുൽഷ, ഈ രാത്രി നീ ഇവിടെ എന്തെടുക്കുകയായിരുന്നു? ദായ ഹാത്തുൻ ചോദിക്കുന്നു. ഞാൻ മാഹിദേവറാൻ സുൽത്താനയ്ക്ക് തലവേദന, ഞാൻ കുറച്ച് ഓയിലെടുക്കാനായിട്ട് വന്നതാ. നീ പൊക്കോ, ഞാൻ കൊടുത്തു വിട്ടേക്കാം. നിന്റെ സുൽത്താനെ ഒറ്റയ്ക്ക് വിടണ്ട. നീ എപ്പോഴും അവരുടെ കൂടെ കാണണം. രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കരുത്, ദായ ഹാത്തുൻ പറഞ്ഞു. ഗുൽഷ അവിടുന്ന് പോകുന്നു. ഗുൽഷയുടെ മുഖത്തെ പരിഭ്രമം കണ്ട സുംബുൽ അവൾ പോകുന്നത് സംശയത്തോടെ നോക്കി നിന്നു. ഹരത്തിലേക്ക് എത്തിയ ദായ ഹാത്തുനോട് മരിയ ഓടി വന്ന് ചോദിക്കുന്നു. ദായ ഹാത്തുൻ, ഹുറത്തിന് എങ്ങനെയുണ്ട്? അതൊന്നും എനിക്ക് നിന്നോട് പറയേണ്ട കാര്യമില്ല. മരിയ തല കുനിച്ചു. ഹസീബ എവിടെ? ഞങ്ങൾ അവളെ കണ്ടില്ല. ഇന്നലെ രാത്രി വരാന്തയിൽ വെച്ച് കണ്ടിട്ട് പിന്നെ അവളെ ആരും കണ്ടിട്ടില്ല. എന്തിനാ അവളെ അന്വേഷിക്കുന്നത്? മരിയ ചോദിച്ചു. അള്ളാഹു, എനിക്ക് ക്ഷമത. എല്ലാവരും വേഗം പോയി കിടന്നുറങ്ങ്, വിളക്കൊക്കെ കെടുത്ത്, സുംബുൽ പറഞ്ഞു. സുംബുലും ദായ ഹാത്തൂനും അവിടുന്ന് പോകുന്നു. ഖദീജ സുൽത്താന മാഹിദേവറാൻ്റെ ചേംബറിലേക്ക് വരുന്നു. നീ ഹുറത്തിൻ്റെ കാര്യം അറിഞ്ഞോ? അവൾക്ക് തീരെ വയ്യ. അത് ശരി, ഞാനൊന്നും അറിഞ്ഞില്ല, മാഹിദേവരൻ ഇരുന്നുകൊണ്ട് പറഞ്ഞു. നീ അതേപ്പറ്റി അന്വേഷിക്കുന്നില്ലേ? ഞാനെന്തിനാ റഷ്യൻ പെണ്ണിൻ്റെ കാര്യമൊക്കെ അന്വേഷിക്കാൻ പോകുന്നത്? അവൾക്കാരോ വിഷം കൊടുത്തെന്നാണ് കേട്ടത്. അവൾ മരിച്ചു പോയാലോ? ഖദീജ സുൽത്താന ചോദിച്ചു. അതൊക്കെ അള്ളാഹുവിൻ്റെ കയ്യിലുള്ള കാര്യമല്ലേ. ഗുൽഷ അങ്ങോട്ടേക്ക് കയറി വരുന്നു. ഖദീജ സുൽത്താനയെ കണ്ടപ്പോൾ അവളൊന്ന് പരിങ്ങി. എന്താ ഗുൽഷ, കയറി വാ, ഖദീജ സുൽത്താന പറഞ്ഞു. എന്താ, എന്തു പറ്റി? നീ ആകെ പേടിച്ചിരിക്കുന്നല്ലോ. ഗുൽഷ ഒന്ന് പരിങ്ങി നിന്നിട്ട് പറയുന്നു. ഒന്നുമില്ല, മാഹിദേവറാൻ സുൽത്താനയ്ക്ക് തലവേദന. ഞാൻ ബാമെടുക്കാൻ പോയതാ, പക്ഷെ കിട്ടിയില്ല. ഓ, നിനക്ക് തലവേദനയാണോ? ഇപ്പോൾ എനിക്ക് കുറവുണ്ട്. ഖദീജ സുൽത്താന സംശയത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി. സുംബുലാഗിയും നിഗാർ കാഫയും ഹരം മുഴുവൻ നോക്കിയിട്ട് ദായ ഹാത്തുനോട് വന്ന് പറയുന്നു. ഞങ്ങൾ ഹസീബയെ എല്ലായിടത്തും നോക്കി, ആരും അവളെ കണ്ടിട്ടില്ല. ഇനി തുണി വാഷ് ചെയ്യുന്ന സ്ഥലം മാത്രമേ ബാക്കിയുള്ളൂ, നിഗാർ പറഞ്ഞു. അവിടെയും പോയി നോക്ക്, ദായ ഹാത്തുൻ പറഞ്ഞു. അവർ അങ്ങോട്ട് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ അവൾ തൂങ്ങി നിൽക്കുന്ന കണ്ടവർ ഞെട്ടി. മാഹിദേവറാൻ സുൽത്താന ഗുൽഷയോട് ചോദിക്കുന്നു. നിനക്ക് വട്ടുപിടിച്ചോ? എങ്ങനെ നിനക്കത് ചെയ്യാൻ കഴിഞ്ഞു? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തത് എൻ്റെ സുൽത്താന. അവൾ എല്ലാം തുറന്നു പറയാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ അവൾ ആത്മഹത്യ ചെയ്തു എന്ന് വിചാരിച്ചോളും. ഗുൽഷ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ ചെയ്ത തെറ്റിൽ എന്നെ കൂടി ചേർക്കുകയാണോ? നീ എല്ലാം കുളമാക്കി. നീ തന്നെ ഇതിനുള്ള ശിക്ഷ അനുഭവിച്ചോ. ഞാൻ ഹസൈക്കി സുൽത്താനയാണ്, എന്നെ ഇതിൽ പിടിച്ചിടണ്ട, മാഹിദേവറാൻ സുൽത്താന പറഞ്ഞു. എൻ്റെ സുൽത്താന, ഇങ്ങനെയൊന്നും സംഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല, ഗുൽഷ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ തെറ്റ് ചെയ്തു. നിനക്ക് ഹുറത്തിനെ കൊല്ലണമായിരുന്നു. മാഹിദേവറാൻ പറയുന്നത് കേട്ട് ഗുൽഷ ഞെട്ടി. സുംബുലാഗിയും ദായ ഹാത്തൂനും ഇബ്രാഹിമിൻ്റെ അടുത്തേക്ക് വരുന്നു. ഹസീബെ ലോണ്ടറി റൂമിൽ തൂങ്ങിച്ചത്തു, ദായ ഹാത്തൂൻ പറയുന്നു. അവൾ ചെയ്തതിന് ശിക്ഷ കിട്ടുമെന്ന് പേടി അവൾക്കുണ്ടായി കാണും, സുംബുൽ പറഞ്ഞു. അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി ആരാണ്? അവളെ ഇങ്ങോട്ട് വിളിക്കുക. അവൾക്ക് അങ്ങനെ കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല, ദായ ഹാത്തൂൻ പറഞ്ഞു. ഗുൽഷ ലോണ്ടറി റൂമിൻ്റെ അടുത്ത് നിന്ന് പോകുന്നത് കണ്ടായിരുന്നു. അവൾ ആകെ പേടിച്ചിരുന്നു, സുംബുലാഗ പറയുന്നു. എന്നുവെച്ചാൽ? ഇബ്രാഹിം ചോദിച്ചു. അവൾ അതുവഴി വന്നു, പക്ഷെ അവൾ മാഹിദേവറാൻ സുൽത്താനയ്ക്ക് തലവേദനയ്ക്കുള്ള ബാം എടുക്കാൻ വന്നതാണ്, ദായ ഹാത്തൂൻ പറയുന്നു. ഇബ്രാഹിം സംശയത്തോടെ നോക്കുന്നു. അങ്ങനെയല്ലേ സുംബുൽ? ദായ ഹാത്തൂൻ സുംബുലിനോട് ചോദിക്കുന്നു. അത് ശരി,
എന്തായാലും ഗുൽഷയെ ഇങ്ങോട്ടേക്ക് വിളിക്ക്. സുംബുൽ സംശയിച്ചു നിൽക്കുമ്പോൾ ഇബ്രാഹിം ദേഷ്യപ്പെടുന്നു. സുംബുൽ ഓടിപ്പോകുന്നു. സുംബുൽ മാഹിദേവരൻ സുൽത്താനയുടെ ചേംബറിലേക്ക് കയറി വരുന്നു. സുൽത്താന, ഈ രാത്രി ബുദ്ധിമുട്ടിച്ചതിൽ എന്നോട് ക്ഷമിക്കണം. ഇബ്രാഹിം ആകെ ഗുൽഷയെ വിളിക്കുന്നുണ്ട്. എന്തിനാ അവളെ വിളിക്കുന്നത്? അതെനിക്കറിയില്ല. ഗുൽഷയെ വിളിക്കാൻ പറഞ്ഞു. ഗുൽഷ പേടിച്ച് മാഹിദേവരൻ സുൽത്താനയെ നോക്കുന്നു. മാഹിദേവരൻ അവളെ നോക്കിയിട്ട് പറയുന്നു, നീ ഇപ്പോൾ ചെല്ലു ഗുൽഷ. ഗുൽഷ അവരെ നോക്കി നിസ്സഹായതയോടെ തലയാട്ടി പേടിച്ച് പോകുന്നു. സുംബുൽ അവരെ രണ്ടുപേരെയും നോക്കുന്നു. സുൽത്താൻ സുലൈമാൻ ഹുറത്തിരുന്ന് അവളെ തടവി കൊടുക്കുന്നു. എന്നിട്ട് അവളുടെ നെറ്റിയിൽ മുത്തം വയ്ക്കുന്നു. സുംബുൽ ഗുൽഷയെ ഇബ്രാഹിമിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഇബ്രാഹിം അവളെ രൂക്ഷമായി നോക്കുന്നു. വരൂ ഗുൽഷ. ഗുൽഷ പേടിച്ച് അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ദായ ഹാത്തൂൻ, എന്നാൽ നിങ്ങൾ പൊക്കോ, ഞാൻ ഇവളോടൊന്ന് ചോദിക്കട്ടെ. ഗുൽഷയ്ക്ക് കരച്ചിലടക്കാനാവുന്നില്ല. നീ കരയണ്ട ഗുൽഷ, പേടിക്കണ്ട. എന്നോട് പറ, എന്താ സംഭവിച്ചത്? അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. എനിക്കൊന്നും അറിയില്ല. അങ്ങ് എന്തിനാ എന്നെ വിളിപ്പിച്ചത്? ഗുൽഷ കരച്ചിലടക്കിക്കൊണ്ട് ചോദിച്ചു. ഗുൽഷ, നീ മനിസയിലായിരുന്നപ്പോൾ മുതൽ എനിക്ക് നിന്നെ അറിയാം. അതുകൊണ്ട് നീ എന്നോട് നുണയൊന്നും പറയാൻ നിൽക്കണ്ട. അയ്യോ, ഞാൻ നുണയൊന്നും പറഞ്ഞില്ല. ഗുൽഷ ഇബ്രാഹിമിൻ്റെ മുഖത്ത് നോക്കാതെ പറയുന്നു. ഇബ്രാഹിം അവളുടെ കർണത്തിട്ട് ആഞ്ഞൊരടി കൊടുക്കുന്നു. ഗുൽഷ വീണുപോയി. ഇബ്രാഹിം അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് പറയുന്നു, നീ ഇപ്പോൾ എന്നോട് മുഴുവൻ സത്യവും പറയണം. മാഹിദേവരൻ സുൽത്താനാണ് എൻ്റെ കയ്യിൽ വിഷം തന്നിട്ട് അത് ഭക്ഷണത്തിൽ ചേർക്കാൻ പറഞ്ഞത്. ഞാൻ ഹസീബയെ കൊണ്ടത് ചെയ്യിച്ചു. കിച്ചണിൽ നിന്നും ഇൻക്യാരത്തിൻ്റെ ചേംബറിലേക്ക് അത് കൊണ്ടുപോകുന്ന വഴി അവളാണത് ചേർത്തത്. മതി, നിർത്തിക്കോ. നീ ഇനി മാഹിദേവരൻ സുൽത്താനയുടെ പേര് പറയരുത്. ഇബ്രാഹിം ആലോചിച്ചുകൊണ്ട് നടന്നു. നീയല്ലേ ഹസീബയെ കൊന്നു കെട്ടിത്തൂക്കിയത്? ഞാനത് സുൽത്താനയ്ക്ക് വേണ്ടിയാ ചെയ്തത്. ഗുൽഷ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു സുൽത്താനയുടെ പേര് പറയരുതെന്ന്. മനസ്സിലായോ? ഇബ്രാഹിം ഗുൽഷയുടെ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നു. ഇബ്രാഹിം അവളെ പുറത്തേക്ക് തള്ളിവിടുന്നു. ദായ ഹാത്തൂനും സുംബുലും അവിടെ നിന്നിരുന്നു. അവളെ ഇവിടുന്ന് കൊണ്ടുപോക്കോ. ദായ ഹാത്തൂൻ അവളെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്നു. അതേസമയം തന്നെ സുൽത്താൻ സുലൈമാൻ അദ്ദേഹത്തിൻ്റെ ചേംബറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഇവരെ കണ്ട് സംശയത്തോടെ നോക്കി നിന്നു. സുൽത്താൻ സുലൈമാൻ ഇബ്രാഹിമിൻ്റെ അടുത്തേക്ക് വരുന്നു. ഇബ്രാഹിം അദ്ദേഹത്തെ കുമ്പിട്ടു. അള്ളാഹു രക്ഷിച്ചു. ഹുറത്തിന് പ്രശ്നമൊന്നുമില്ല. ഫിസിഷ്യൻ പറയുന്നത് നാളെ രാവിലെ ആകുമ്പോഴേക്കും അവൾ എണീക്കുമെന്നാണ്. അവൾ സുഖമായി വരട്ടെ ഇൻക്യാരം, ഇബ്രാഹിം പറഞ്ഞു. ഞാൻ എൻ്റെ പ്രണയത്തെ കണ്ടെത്തിയത് അവളിലാണ് ഇബ്രാഹിം. അവളെ നഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാവുന്നതിലും അധികമാണ്. ഇബ്രാഹിം തല കുനിച്ചു. ആരാണത് ചെയ്തതെന്ന് നീ കണ്ടെത്തിയോ? ഞാൻ എല്ലാവരെയും ചോദ്യം ചെയ്യുകയാണ് ഇൻക്യാരം. ഇത് ചെയ്തത് ആരാണെങ്കിലും അയാൾ നാളത്തെ പ്രഭാതം കാണില്ല, സുൽത്താൻ സുലൈമാൻ പറയുന്നു. ഇത് ചെയ്തത് ഹസീബ എന്നൊരു പെണ്ണാണ്. അവൾ സ്വയം ആത്മഹത്യ ചെയ്തു. അവളെക്കൊണ്ടത് ചെയ്യിച്ചത് ആരാണെന്ന് നീ കണ്ടെത്തിയോ? സുൽത്താൻ സുലൈമാൻ ഒന്ന് നിർത്തിയിട്ട് പറയുന്നു. നീ അതെത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും എനിക്കറിയാം ആരാണത് ചെയ്തതെന്ന്. സുൽത്താൻ സുലൈമാൻ ഇബ്രാഹിമിൻ്റെ കവളിൽ തട്ടിക്കൊണ്ട് പറയുന്നു. ശക്തിയായ തട്ടുകൊണ്ട് ഇബ്രാഹിം ഒന്ന് പരിങ്ങി. ഇബ്രാഹിം സുൽത്താൻ സുലൈമാനെ ഭയത്തോടെ നോക്കി നിന്നു. സുൽത്താൻ സുലൈമാൻ എല്ലാം മനസ്സിലായതുപോലെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഷഹസാദ് മുസ്തഫ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നതുകൊണ്ട് മാഹിദേവരൻ സുൽത്താൻ അവനെ ആശ്വസിപ്പിക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ട് സുൽത്താൻ സുലൈമാൻ കയറി വരുന്നു. ആരാണ് വന്നതെന്ന് തിരിഞ്ഞു നോക്കാതെ തന്നെ മാഹിദേവരാന് മനസ്സിലാവുന്നു അത് സുൽത്താൻ സുലൈമാൻ ആണെന്ന്. അയാളെ കാണാത്തതുപോലെ അവൾ മുസ്തഫയോട് പറയുന്നു. നിന്റെ ബാബ യുദ്ധം ജയിച്ച് തിരിച്ചെത്തി. ഇനി നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കും. പേടിക്കേണ്ട, എല്ലാ ശത്രുക്കളും ഇല്ലാതായി. ഇത് കേട്ട സുലൈമാൻ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോകുന്നു. വാലിദ സുൽത്താനയുടെ ചേംബറിൽ വാലിദ സുൽത്താനയും ദായ ഹാത്തൂനും സംസാരിക്കുന്നു. ഇബ്രാഹിം ആക എല്ലാവരെയും ചോദ്യം ചെയ്തു. ഗുൽഷയെയും പ്രത്യേകം വിളിപ്പിച്ചു. ദായ ഹാത്തൂൻ പറയുന്നു, ഇബ്രാഹിം പറയുന്ന പോലെ എല്ലാം ചെയ്തു കൊടുക്കൂ ദായ. എങ്ങനെയെങ്കിലും ഇത് പുറത്തറിയാതെ പരിഹരിക്കണം. സുൽത്താൻ സുലൈമാൻ അവിടേക്ക് കയറി വരുന്നു. ദായ ഹാത്തൂനോട് പുറത്തേക്ക് പോകാൻ പറയുന്നു. അവർ പോയി കഴിയുമ്പോൾ സുലൈമാൻ പറയുന്നു, ആ സ്ത്രീയെ നിലയ്ക്ക് നിർത്തണം. അതിന് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ അത് ഞാൻ ചെയ്യും. ആരെക്കുറിച്ചാണ് നീ പറയുന്നത്? എൻ്റെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത സ്ത്രീയെക്കുറിച്ച്. വാലിദ സുൽത്താൻ ഒന്നും മിണ്ടുന്നില്ല. ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്. ഇനി ഇത് ഞാൻ അനുവദിക്കില്ല. സുലൈമാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. വാലിദ സുൽത്താൻ ആലോചിച്ച് നിൽക്കുന്നു. ഗുൽഷ മാഹിദേവരൻ സുൽത്താനയുടെ ചേംബറിലേക്ക് കയറി വരുന്നു. ഷഹസാദ് മുസ്തഫ ഉറങ്ങുന്നത് കൊണ്ട് ശബ്ദമുണ്ടാക്കല്ലേ എന്നവർ കാണിക്കുന്നു. എന്തിനാ നിന്നെ ഇബ്രാഹിം വിളിച്ചത്? പ്രത്യേകിച്ചൊന്നുമില്ല. ഇബ്രാഹിം ആകെ കുറച്ച് ചോദ്യം ചോദിച്ചു. ഹസീബയെ അറിയുമോ എന്നൊക്കെ. എന്നിട്ട് അവർക്ക് ഹസീബയുടെ ഡെഡ് ബോഡി കിട്ടി. അവർ ഹസീബയുടെ എല്ലാ ഫ്രണ്ട്സിനെയും ചോദ്യം ചെയ്തു. അവളും ഞാനും ഒരു നാട്ടിൽ നിന്ന് വന്നതായതുകൊണ്ട് എന്നെയും വിളിപ്പിച്ചു. വേറെയൊന്നും ചോദിച്ചില്ല. മാഹിദേവരൻ തലയാട്ടുന്നു. ഹുറത്തിന് എങ്ങനെയുണ്ട്? അവൾക്ക് കൂടുതലാണ്. നാളെ രാവിലെ അവൾ എണീക്കില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. നാളെ വളരെ സന്തോഷകരമായൊരു ദിവസമായിരിക്കും.
മാഹിദേവരാൻ പറയുന്നു. ഗുൽഷ തലയാട്ടി. എന്നിട്ട് പേടിച്ച് മാഹിദേവരാനെ നോക്കുന്നു. ബാൽക്കണിയിൽ നിൽക്കുന്ന സുൽത്താൻ സുലൈമാൻ്റെ അടുത്തേക്ക് ഇബ്രാഹിം അടിയോടെ കയറി ചെല്ലുന്നു. എന്ത് മോശം രാത്രിയായിരുന്നു ഇന്നലെ ഇബ്രാഹിം. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്ത് കിട്ടിയാൽ മതി, സുലൈമാൻ പറയുന്നു. ഇബ്രാഹിം തലയാട്ടി. ഞാൻ മാഹിദേവരാൻ്റെ ചേംബറിൽ പോയിരുന്നു. അവൾ എന്തിനാണിത് എന്നോട് ചെയ്തതെന്ന് ചോദിക്കണമായിരുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൽ നിന്നൊന്ന് പോയി തരാൻ പറയാനും വേണ്ടിയാണ് ഞാൻ പോയത്. ഇബ്രാഹിം ഒന്നും മിണ്ടാതെ നിന്നു. പക്ഷെ എന്നെക്കൊണ്ട് അതിന് സാധിച്ചില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൾ മുസ്തഫയോട് സംസാരിക്കുകയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചുള്ള സന്തോഷകരമായ സമാധാനകരമായ കുടുംബജീവിതത്തെക്കുറിച്ച്. എൻ്റെ മകൻ്റെ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ എനിക്കൊന്നും പറയാനായില്ല. എനിക്കവനെ വേദനിപ്പിക്കാനാവില്ല ഇബ്രാഹിം. ഇബ്രാഹിം ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടു നിന്നു. പക്ഷെ ഞാനിത് മറക്കില്ല. അവളോട് ക്ഷമിക്കാനും ഞാൻ ഒരുക്കമല്ല. ഇൻകാരം, അങ്ങയുടെ മനസ്സാക്ഷി ഒരിക്കലും അങ്ങയെ അതിനനുവദിക്കില്ല, ഇബ്രാഹിം പറഞ്ഞു തുടങ്ങിയപ്പോൾ സുലൈമാൻ പറയുന്നു. ഇബ്രാഹിം, നീ എൻ്റെ മനസ്സാക്ഷിയെക്കുറിച്ചൊന്നും പറയണ്ട. എൻ്റെ മനസ്സാക്ഷി പറയുന്നത് അവളെ പണിഷ് ചെയ്യാനാണ്. ഇബ്രാഹിം തല കുനിച്ചു. ആര് തെറ്റ് ചെയ്താലും അയാൾ ശിക്ഷിക്കപ്പെടണം. രാവിലെ മാഹിദേവരാൻ വലിയ സന്തോഷത്തോടെയാണ് എണീറ്റ് വന്നത്. ഞാനിന്ന് വളരെ സന്തോഷത്തിലാണ്. ഇന്നത്തോടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരുമല്ലേ ഗുൽഷ, മാഹിദേവരാൻ ചോദിക്കുന്നു. തീർച്ചയായും സുൽത്താന, ഗുൽഷൻ നെർവസായി പറയുന്നു. സുംബുലാകെ അങ്ങോട്ട് കയറി വരുന്നു. എൻ്റെ സുൽത്താന, ഇബ്രാഹിം ആകെ നിങ്ങളെ വിളിക്കുന്നുണ്ട്. ഒരു പ്രധാന കാര്യമുണ്ട്, പെട്ടെന്ന് ചെല്ലണമെന്ന് പറഞ്ഞു. ശരി, താങ്കൾ പുറത്ത് വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോൾ വരാം. സുംബുൽ തലയാട്ടിയിട്ട് പുറത്തേക്ക് പോകുന്നു. ഇബ്രാഹിം എന്നെ വിളിക്കുന്നു. തീർച്ചയായും അത് എനിക്കുള്ള സന്തോഷ വാർത്തയാവും. നന്ദിയല്ല, അങ്ങ് എൻ്റെ പ്രാർത്ഥന കേട്ടു. ഇത് കേട്ട് ഗുൽഷൻ നിസ്സഹായയായി മുഖം തിരിച്ചു. അത് കണ്ട മാഹിദേവരാൻ പറയുന്നു. ഗുൽഷ, സന്തോഷമായിരിക്കുക, നമ്മൾ രക്ഷപ്പെട്ടു. ഗുൽഷ ഒരുവിധം തലയാട്ടി. നീ എൻ്റെ തട്ടമിങ്ങെടുത്ത്. ഇബ്രാഹിം അവിടെ എന്നെ വെയിറ്റ് ചെയ്യുകയാണ്. സുൽത്താൻ സുലൈമാനും ഹുറവും ഉറങ്ങുകയായിരുന്നു. ഹുറം ഉറക്കത്തിൽ നിന്ന് എണീറ്റു. അവൾ അവളുടെ വയറിൽ കൈവച്ചു. അപ്പോഴേക്കും സുലൈമാനും ഉണർന്നു. സുലൈമാൻ, എൻ്റെ വയറിൽ തൊട്ട് നോക്ക്. അവൾ അയാളുടെ കൈയെടുത്ത് അവളുടെ വയറിൽ വെച്ചു. എൻ്റെ മകൻ എന്നെ ചവിട്ടി, സുലൈമാൻ പറഞ്ഞു. ഹുറത്തിനും വളരെ സന്തോഷമായി. അവർ കെട്ടിപ്പിടിച്ചു. വരുന്ന വഴി മാഹിദേവരാൻ സുൽത്താൻ സുംബുലാഗിയോട് ചോദിക്കുന്നു. ഹുറത്തിന് എങ്ങനെയുണ്ട്? ഇന്നലെ അവൾക്ക് വളരെ കൂടുതലായിരുന്നു. ഇന്ന് അവൾ നല്ല ഉഷാറായിട്ടുണ്ട്. അത് കേട്ട മാഹിദേവരാൻ സുൽത്താൻ അവിടെ തന്നെ നിന്നുപോയി. സുംബുലാഗ വഴി കാണിച്ചു കൊടുത്തിട്ട് മാറി നിന്നു. മാഹിദേവരാൻ സുൽത്താന ഇബ്രാഹിമിൻ്റെ അടുത്തേക്ക് എത്തി. വരൂ സുൽത്താന, നിങ്ങൾ വന്നതിൽ നന്ദി, ഇബ്രാഹിം അവരെ കുമ്പിട്ടുകൊണ്ട് പറഞ്ഞു. താങ്കൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്. ഈ സ്ഥലം എനിക്കെന്നും വേദന മാത്രമേ തന്നിട്ടുള്ളൂ, മാഹിദേവരാൻ ഇബ്രാഹിമിൻ്റെ മുഖത്ത് നോക്കാതെ പറയുന്നു. സുൽത്താൻ സുലൈമാൻ്റെ ചേംബറിൽ നിന്നും അവർ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അവർ കാണുന്നു. ഇബ്രാഹിം അവരെ അയാളുടെ ഓഫീസ് റൂമിലേക്ക് വിളിക്കുന്നു. പോകുന്ന വഴി മാഹിദേവരാൻ സുൽത്താൻ സുലൈമാൻ്റെ ചേംബറിന് മുന്നിലൊന്ന് നിന്നു. ഇബ്രാഹിം അവരെ വീണ്ടും വിളിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. അകത്ത് പ്രവേശിച്ച ശേഷം ഇബ്രാഹിം റൂമിൻ്റെ ഡോറുകൾ കുറ്റിയിട്ടു. ഇൻകാരം അറിയണ്ട, നമ്മളിവിടെയുണ്ടെന്ന് ഇബ്രാഹിം പറഞ്ഞു. വിഷമിക്കേണ്ട ഇബ്രാഹിം, ഇൻകാരം എന്നെ ഒന്ന് കണ്ടിട്ട് തന്നെ ഒരുപാട് നാളുകളായി. അദ്ദേഹത്തിന് എൻ്റെ കണ്ണുകളിൽ നോക്കാനാവില്ല, മാഹിദേവരാൻ സുൽത്താന പറഞ്ഞു കഴിയും മുമ്പ് ഇബ്രാഹിം ചോദിക്കുന്നു. നിങ്ങൾ എന്തിനാണ് ഇൻകാരത്തിൻ്റെ ചേംബറിലേക്ക് കൊണ്ടുപോയ ഫുഡിൽ വിഷം ചേർത്തത്? മാഹിദേവരാൻ ഒന്നും മിണ്ടാതെ ഇബ്രാഹിമിനെ നോക്കുന്നു. ആദ്യം ആ മോതിരത്തിൻ്റെ കാര്യം, പിന്നെ അവളെ അടിച്ചു പരിക്കേൽപ്പിച്ചു. ഇപ്പോൾ അവരുടെ ഫുഡിൽ വിഷം ചേർത്തു. ഇൻകാരം ആ പുഡിംഗ് കഴിച്ചിരുന്നെങ്കിലോ? ആ വിഷസർപ്പം, ആ റഷ്യൻ അടിമപ്പെണ്ണ് ഇൻകാരത്തിൻ്റെ മനസ്സിൽ വിഷം കുത്തിവെച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ അന്ധനായി തീർന്നിരിക്കുകയാണ്. അവൾ ഈ ഓട്ടോമാൻ ഡൈനാസ്റ്റിയിൽ തന്നെ വിഷം കുത്തിവെക്കും. ഈ തരത്തിലുള്ള സംസാരമൊന്നും വേണ്ട. ഇനിയും സുൽത്താൻ ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്താൽ എനിക്ക് ഷേസാദ മുസ്തഫയെയും നിങ്ങളെയും അതിൽ നിന്ന് രക്ഷിക്കാനായെന്ന് വരില്ല. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും എൻ്റെ സ്വന്തം കുടുംബമായാണ് കണ്ടിരിക്കുന്നത്. നിങ്ങൾ എനിക്ക് അത്രയും വിലപ്പെട്ടവരാണ്. എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം ഞാൻ നിങ്ങളെയും ഷേസാദ മുസ്തഫയെയും സംരക്ഷിക്കും. സുൽത്താൻ സുലൈമാൻ ഞങ്ങളെ ഉപേക്ഷിച്ചാൽ താങ്കൾ എങ്ങനെ ഞങ്ങളെ രക്ഷിക്കും ഇബ്രാഹിം? നിങ്ങൾ ആദ്യം ആ റഷ്യൻ സ്ത്രീയിൽ നിന്ന് മാറി നടക്കുക, അവരെ വിട്ടേക്ക്. നിങ്ങൾ ഷേസാദ മുസ്തഫയെ നന്നായി നോക്ക്. അവനെ നല്ലൊരു ഭരണാധികാരിയാവാൻ ഇപ്പോൾ തന്നെ പരിശീലിപ്പിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജവും സമയവും അതിനായി മാറ്റിവെക്കുക. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് തന്നെ മുസ്തഫയ്ക്ക് വേണ്ടി മാത്രമാണ് ഇബ്രാഹിം. അല്ലെങ്കിൽ എപ്പോഴേ ഞാൻ ആത്മഹത്യ ചെയ്തേനെ. എൻ്റെ ഭർത്താവിൻ്റെ കിടപ്പറയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കാതെ അദ്ദേഹത്തിൻ്റെ സ്നേഹം മറ്റ് സ്ത്രീകൾക്ക് പോകുന്നത് കണ്ടില്ലെന്ന് നടിച്ച് മനസ്സ് കല്ലാക്കി ജീവിച്ചു തീർക്കാനാണ് താങ്കൾ പറയുന്നത് ഇബ്രാഹിം? ഞാൻ അനുഭവിക്കുന്ന ഹൃദയവേദനയുടെ ഒരു അംശമെങ്കിലും താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇബ്രാഹിമിന് ഒന്നും പറയാനായില്ല. സുൽത്താൻ സുലൈമാൻ്റെ ചേംബറിൽ ഹുറവും സുലൈമാനും ഭക്ഷണം കഴിക്കുന്നു. അവളുടെ ആക്രാന്തം കണ്ട സുലൈമാൻ പറയുന്നു. പതുക്കെ കഴിച്ചാൽ മതി ഹുറം, ഇതെനിക്ക് വേണ്ടിയല്ല, എൻ്റെ മോന് വേണ്ടിയാ. നീ ഇങ്ങനെ കഴിച്ചാൽ ഈ ഡോറ് വഴി നിനക്ക് കടന്നു വരാനാവില്ല. അപ്പോൾ എനിക്ക് തടി വെച്ചാൽ താങ്കൾക്കെന്നെ സ്നേഹിക്കാനാവില്ലേ?
നീ എങ്ങനെ ഇരുന്നാലും എനിക്ക് നിന്നോട് സ്നേഹം തന്നെയാവും. ഇന്നാ ഇതുകൂടി കഴിക്കുക. അയാൾ അവൾക്ക് വായിൽ വെച്ച് കൊടുക്കുന്നു. അവർ ചിരിക്കുന്നു. മാഹിദേവ്രാൻ സുൽത്താന ഇബ്രാഹിമിനോട് പറയുന്നു, ഇതിൻ്റെ പേരിൽ ഗുൽഷയെ പണിഷ് ചെയ്യരുത്. എനിക്ക് കൂട്ട് അവൾ മാത്രമേ ഉള്ളൂ. അവളെ ഇനി ഇവിടെ നിർത്താനാവില്ല. എഡ്രിൻ പാലസിലേക്ക് വിടാം. ഇതെല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾ മറ്റൊന്നും ആലോചിക്കാതെ സന്തോഷമായിരിക്കെ. ഞങ്ങളെ സഹായിക്കൂ ഇബ്രാഹിം. ഇപ്പോൾ എനിക്കും മുസ്തഫയ്ക്കും വിശ്വസിക്കാൻ താങ്കൾ മാത്രമേ ഉള്ളൂ. ആ സ്ത്രീ ഇവിടുന്ന് ഓടിച്ചാലേ നമുക്ക് സമാധാനമായി ഇവിടെ ജീവിക്കാനാവൂ. അവളെ നമ്മൾ ഓടിച്ചില്ലെങ്കിൽ അവൾ നമ്മളെ ഇവിടുന്ന് ഓടിക്കും. ഇബ്രാഹിം തലയാട്ടുന്നു. ഹുറം സുൽത്താൻ സുലൈമാനോട് പറയുന്നു, ഇന്നലെ രാത്രി അവർ എനിക്ക് വിഷം തന്നു. ഞാൻ മരിച്ചു പോയിരുന്നെങ്കിലോ? ഞാനിപ്പോൾ മണ്ണിനടിയിലായേനെ. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും. അവർ പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്നു. ഇബ്രാഹിം അത് ചെയ്തത് ആരാണെന്ന് കണ്ടെത്താൻ ഒരുപാട് ശ്രമിച്ചു. ആരാണെങ്കിലും കണ്ടെത്തി പണിഷ് ചെയ്യും, സുലൈമാൻ പറയുന്നു. ഇബ്രാഹിം തെറ്റ് ചെയ്താൽ ഇബ്രാഹിമിനെയും പണിഷ് ചെയ്യുമോ? അവർ വിഷം ചേർത്ത ഭക്ഷണം ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഇബ്രാഹിം എവിടെയായിരുന്നു? എന്തുകൊണ്ട് അയാൾക്കത് തടയാനായില്ല? ഹുറം ചോദിച്ചു. അത്തരം കാര്യങ്ങളൊന്നും നീ പറയണ്ട. എന്താണ് ചെയ്യേണ്ടതെന്ന് ഇബ്രാഹിമിന് നന്നായി അറിയാം. അവൻ എന്നെ പലവട്ട അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ ജീവൻ തന്നെ ഞാൻ അവനോടാണ് കടപ്പെട്ടിരിക്കുന്നത്, സുലൈമാൻ പറഞ്ഞു. രണ്ടുപേരും ഒന്നും മിണ്ടാതെ ചിന്തിച്ചിരിക്കുന്നു. സുലൈമാൻ അവിടെ എണീറ്റ് പോകാൻ പോയപ്പോൾ ഹുറം ചോദിക്കുന്നു, എന്നോട് ദേഷ്യപ്പെട്ട് പോവുകയാണോ? എനിക്ക് ദേഷ്യമൊന്നുമില്ല. ഞാൻ ഇബ്രാഹിമിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. അയാൾ പുറത്തേക്കിറങ്ങി. ഹുറം അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന ഭാവത്തിൽ അവിടെ തന്നെ ഇരുന്നു. സുൽത്താൻ സുലൈമാൻ ഇബ്രാഹിമിൻ്റെ റൂമിൻ്റെ ഡോറിൽ വന്ന് മുട്ടുന്നു. ഇബ്രാഹിമും മാഹിദേവ്രാൻ സുൽത്താനയും അപ്പോഴും അവിടെ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. ഇബ്രാഹിം, സുലൈമാൻ വിളിച്ചു. മറ്റേ ഡോറിലൂടെ പൊക്കോളാൻ മാഹിദേവ്രാൻ സുൽത്താനോട് ഇബ്രാഹിം കാണിച്ചു കൊടുക്കുന്നു. അവർ ഓടിപ്പോകുന്നു. ഇബ്രാഹിം ചെന്ന് ഡോർ തുറന്നു. സുൽത്താൻ സുലൈമാൻ കയറി വന്നിട്ട് റൂം മുഴുവൻ ഒന്ന് നോക്കുന്നു. എന്തിനാ ഡോർ ലോക്ക് ചെയ്തിട്ടത്? ക്ഷമിക്കണം ഇൻകാരം, ഇന്നലെ ഇൻവെസ്റ്റിഗേഷൻ കാരണം ഒരുപാട് പേരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിപ്പിച്ചു. അപ്പോൾ ഡോർ ലോക്ക് ചെയ്തു, പിന്നെ തുറക്കാൻ മറന്നുപോയി. ഇബ്രാഹിം ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. സുലൈമാൻ വീണ്ടും റൂം മുഴുവൻ ഒന്ന് നോക്കുന്നു. ഇന്ന് ആരെങ്കിലും കാണാൻ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ട് ഇൻകാരം. റഷ്യൻ അംബാസഡറും വെനിറ്റിയൻ അംബാസഡറും ഓഡിയൻസ് ചേംബറിൽ വരും. അങ്ങ് വാലിദ സുൽത്താനയുടെ ചേംബറിൽ പോയി വരുമ്പോഴേക്കും ഞാൻ എല്ലാം റെഡിയാക്കി വയ്ക്കാം. ഇനിയിപ്പോൾ വാലിദയുടെ ചേംബറിലേക്ക് പോകുന്നില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തുടങ്ങാം. സുൽത്താൻ സുലൈമാൻ ഇബ്രാഹിമിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇബ്രാഹിമും ചിരിച്ചു. സുലൈമാൻ പോയി കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം ആശ്വാസത്തോടെ ശ്വസിക്കുന്നു. വാലിദ സുൽത്താന ദായ ഹാത്തൂനോട് പറയുന്നു, ആ കോർണറിലുള്ള ചേംബർ ഹുറത്തിന് വേണ്ടി ഒരുക്കണം. അവൾക്ക് സഹായത്തിന് കുറച്ച് പെണ്ണുങ്ങളെയും ഏർപ്പാടാക്കണം. എല്ലാം ഇന്ന് തന്നെ ചെയ്തോ? എല്ലാം നിഗാർ കാഫ തന്നെ ചെയ്തോളും സുൽത്താന. നിഗാർ കാഫയെ നോക്കിക്കൊണ്ട് ദായ ഹാത്തൂൻ പറഞ്ഞു. എല്ലാം ഞാൻ വേണ്ട വിധം ചെയ്തോളാം സുൽത്താന, നിഗാർ കാഫ പറഞ്ഞു. അവൾക്ക് വേണ്ട നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ കിച്ചണിൽ പറഞ്ഞേക്ക്. ഇനി ഇവിടെ വഴക്കും പരാതി പറച്ചിലും ഒന്നും ഉണ്ടാവരുത്. അവളുടെ പ്രസവത്തിന് വേണ്ട എല്ലാം ഒരുക്കണം ദായ, വാലിദ സുൽത്താന പറഞ്ഞു. നിഗാർ, നീ ഇന്ന് തന്നെ എല്ലാം ഒരുക്കണം, ദായ ഹാത്തൂൻ നിഗാറിനോട് പറയുന്നു. നിഗാർ തലയാട്ടിയിട്ട് പോകുന്നു. ഓൾഡ് പാലസിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സമാധാനം ഇവിടെ ഇല്ല ദായ. എൻ്റെ മകൻ എന്നോട് പലവട്ടം ദേഷ്യപ്പെട്ട് സംസാരിച്ചു, വാലിദ സുൽത്താന വിഷമത്തോടെ പറയുന്നു. സുൽത്താൻ സുലൈമാൻ പോകാനൊരുങ്ങുന്നു. എന്നെ ഇവിടെ വിട്ടിട്ട് പോവുകയാണോ? വരുമ്പോഴേക്കും ഞാൻ മരിച്ചു പോയാൽ എന്തു ചെയ്യും? ഹുറം ചോദിക്കുന്നു. 6 വയസ്സുള്ള മുസ്തഫയ്ക്ക് നിന്നേക്കാൾ ബുദ്ധിയുണ്ട്. അവൻ ഇങ്ങനെയൊന്നും പറയില്ല. നിനക്കൊന്നും സംഭവിക്കില്ല. നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ഒരുപാട് പേരുണ്ട്. എന്നിട്ടും എന്നോട് പോണ്ട എന്ന് പറഞ്ഞ് ചിണുങ്ങുന്നു. നിനക്കിപ്പോഴും ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സാണ്, സുലൈമാൻ ഹുറത്തിൻ്റെ കവളിൽ പിടിച്ചുകൊണ്ട് പറയുന്നു. നിങ്ങൾക്ക് ഞാനാണോ നിങ്ങളുടെ ജോലിയാണോ വലുത്? ഇപ്പോൾ ഇത് ജോലി ചെയ്യാനുള്ള സമയമാണ്. രാത്രിയാകുമ്പോൾ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും. ഡോറിൽ മുട്ടുമ്പോൾ സുലൈമാൻ തുറന്നോളാൻ പറയുന്നു. ഡോർ തുറന്നപ്പോൾ ഇബ്രാഹിം ആയിരുന്നു. ഇൻകാരം, അംബാസഡർമാർ അങ്ങേ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സുലൈമാൻ ഇറങ്ങിപ്പോകുന്നു. ഇബ്രാഹിം ഡോർ അടയ്ക്കുമ്പോൾ ഹുറം ചോദിക്കുന്നു, ആരാണ് ഫുഡിൽ വിഷം ചേർത്തതെന്ന് കണ്ടുപിടിച്ചോ? ഇബ്രാഹിം അവളെ ഒന്ന് നോക്കിയിട്ട് പറയുന്നു, ആ കേസ് ക്ലോസ് ചെയ്തു. ഹുറം അയാളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, അത് ക്ലോസ് ചെയ്തല്ലേ? നിങ്ങളത് ഒതുക്കി തീർത്തതാണ്. കാരണം നിങ്ങളും അതിൽ പങ്കാളിയാണ്. സൂക്ഷിച്ച് സംസാരിക്കണം, ഇബ്രാഹിം പറഞ്ഞു. ഉത്തരവ് പോലെ ആകാ. ഹുറം അയാളെ കുമ്പിട്ടിട്ട് കളിയാക്കും പോലെ പറയുന്നു. അങ്ങ് പറഞ്ഞാൽ മതി, ഞാൻ മിണ്ടാതെ വായടച്ചിരുന്നോളാം. ഇബ്രാഹിമിനെ ഒന്ന് നോക്കിയിട്ട് തുടർന്ന് പറയുന്നു. അന്ന് വിഷം ചേർത്ത ഭക്ഷണം ഇവിടേക്ക് കൊണ്ടുവന്ന രാത്രി താങ്കൾ എവിടെ പോയിരിക്കുകയായിരുന്നു? ഹുറം ഹാത്തൂൻ, ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇതുപോലെ സംസാരിക്കരുതെന്ന്. ഇനി ഇതുപോലെ സംസാരിച്ചാൽ. ഇബ്രാഹിം പറഞ്ഞു തീരും മുമ്പ് ഹുറം ചോദിക്കുന്നു, എന്ത് ചെയ്യും താങ്കൾ? ഇനിയും മാഹിദേവ്രാനോടൊപ്പം ചേർന്ന് എന്നെ കൊല്ലാൻ നോക്കുമോ? ഹുറം ദേഷ്യപ്പെട്ട് ചോദിച്ചു. ഇബ്രാഹിം അവളെ ദേഷ്യത്തോടെ നോക്കി നിന്നു.